നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ പെർപ്പത്തുവായും വിശുദ്ധ ഫെലിസിറ്റയും സഹരക്തസാക്ഷികളും. രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന എപ്പിസോഡാണിത്. രക്തസാക്ഷികൾ സഭയുടെ അഭിമാനങ്ങൾ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുക. ഏറ്റവും മനോഹരമായ മുഖം വിശുദ്ധ രക്തസാക്ഷികൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അന്വർത്ഥമാകുന്നതാണ് ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. അവർ സഭയുടെ ഏറ്റവും മനോഹരമായ മുഖമാണ്. സഭയുടെ ആരംഭം മുതൽ സഭ രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ ആശ്രയിച്ചിരുന്നു. കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന ഈശോയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് രക്തസാക്ഷികൾ. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കേണ്ട ഘട്ടത്തിൽ ഒരു ഇഞ്ച് പോലും ഒരടി പോലും പിന്മാറാതെ ധീരതയോടുകൂടി വിജയ കിരീടം സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികൾ. സഭയുടെ ആരംഭം മുതൽ വിശുദ്ധ എസ്തപ്പാനോസ് മുതൽ ഇന്ന് വരെ രക്തസാക്ഷികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. സഭയാകുന്ന മഹാരഹസ്യത്തിൻ്റെ മനോഹാരിത ധ്യാനിക്കുവാൻ രക്തസാക്ഷികളെ പഠിക്കുക എന്നതിനേക്കാൾ മറ്റൊന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒന്ന്, രക്തസാക്ഷികൾ അവരുടെ മരണം മുമ്പിൽ വരുമ്പോൾ അധൈര്യരാകുന്നില്ല. എവിടെ നിന്നോ ലഭിക്കുന്ന ഒരു ശക്തമായ ധൈര്യം, ഒന്നിനും കീഴടങ്ങാത്ത യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു കരുത്ത് അത് എവിടെ നിന്ന് കിട്ടുന്നു? ആത്മാവ്. അത് എല്ലാ കാലഘട്ടത്തിലും രക്തസാക്ഷികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ആദിമസഭയിൽ കടുത്ത മതമർദ്ദനമുണ്ടായിരുന്നു. തുടർന്ന് ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികൾ. ഈ കാലഘട്ടത്തിലും രക്തസാക്ഷികൾ എത്രയോ ധീരതയോടുകൂടിയാണ് മരണത്തെ സ്വീകരിക്കുന്നത്. ഏകദേശം 100ഓളം രാജ്യങ്ങളിൽ മതമർദ്ദനമുണ്ട് എന്നാണ് അടുത്ത കാലത്ത് വത്തിക്കാനിൽ നിന്ന് ലഭിച്ച കണക്കുകളിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ തന്നെ നമുക്ക് അറിയാം. കണ്ടമാൽ, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിണിയായ റാണി മരിയ, നമ്മുടെ ദേവസഹായം പിള്ള, വാഴ്ത്തപ്പെട്ടവൻ, അങ്ങനെ എത്രയോ ആളുകൾ തൊട്ടടുത്ത രാജ്യങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവർ, മർദ്ദിക്കപ്പെടുന്നവർ. യൂറോപ്പിൽ അടുത്ത കാലത്ത് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊല്ലപ്പെട്ട പുരോഹിതൻ, തെക്കേ അമേരിക്കയിലെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച പുരോഹിതർ, ഇങ്ങനെ എത്രയോ വിശുദ്ധരെയാണ്, രക്തസാക്ഷികളെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മദർ തെരേസ സിസ്റ്റേഴ്സ്, നമ്മുടെ ടോമച്ചൻ,
അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവരെ, തയ്യാറായിട്ടുള്ളവരെ, ആയിരക്കണക്കിനുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു പഴയ കാലഘട്ടത്തിലല്ല, പുതിയ കാലഘട്ടത്തിൽ. ഈ സഭയുടെ കരുത്താണ് രക്തസാക്ഷികൾ. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ടുള്ള തീർത്ഥയാത്രയിൽ നമുക്ക് ധീരത നൽകേണ്ട, ധൈര്യം നൽകേണ്ട, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ മാതൃക നൽകുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട രക്തസാക്ഷികൾ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കാർത്തേജിൽ വെച്ച് ജീവൻ ത്യജിച്ച 6 പേരെയാണ് നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. അതിൽ ധീരതയോടുകൂടി ജീവൻ ത്യജിച്ച വിശുദ്ധ പെർപെത്വ, അവരുടെ അടിമയായിരുന്ന ഫെലിസിറ്റി, അവരെ സഹായിച്ച സാറ്ററൂസ് എങ്ങനെയുള്ള 7 പേരെയാണ് നാം പ്രത്യേകമായിട്ട് ഓർക്കുക. വിശ്വാസ സംരക്ഷണത്തിന്റെ പ്രതീകങ്ങളായി ക്രിസ്തീയ സഭ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷികളാണ് വിശുദ്ധ പെർപെത്വയും ഫെലിസിറ്റിയും. AD 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ ധീര വനിതകൾ കൈക്കുഞ്ഞുമായി കഴിഞ്ഞിരുന്ന ബലഹീന കാലഘട്ടങ്ങളിൽ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് പീഡനങ്ങൾക്ക് ഇരയാവുന്നതും സഭ മഹത്വപ്പെടുത്തുന്ന രക്തസാക്ഷിത്വം വരിക്കുന്നതും. പെർപെത്വയുടെ പിതാവ് പ്രായം ചെന്ന ഒരു വിജാതീയനായിരുന്നു. എന്നാൽ അമ്മയും സഹോദരങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചിരുന്നു. തൻ്റെ മക്കളിൽ ഏറ്റവും സ്നേഹം നൽകി വളർത്തിയ പെർപെത്വയെ ഉന്നത സ്ഥാനീയനായ ഒരു വ്യക്തിക്ക് വിവാഹം ചെയ്ത് കൊടുക്കപ്പെടുകയും അവരിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും തൻ്റെ വിശ്വാസത്തിൽ ഒരു കുറവും നേരിടാതിരുന്ന വിശുദ്ധ ജീവിതത്തിലെ കുരിശുമെടുത്ത് ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് കൂടുതൽ ആവേശത്തോടെ സഞ്ചരിച്ചു. ക്രിസ്തുവർഷം 203 കാർത്തേജിൽ വെച്ച് നടന്ന രക്തസാക്ഷിത്വത്തിൽ വിശുദ്ധ പെർപെത്വയ്ക്കൊപ്പം റെവോകാറ്റസ്, ഫെലിസിറ്റി, സാറ്റുർനിനൂസ്, സെക്കൻഡുലൂസ് എന്നീ ക്രൈസ്തവ വിശ്വാസികളും ധീര രക്തസാക്ഷിത്വം വഹിച്ചു. വിശുദ്ധ പെർപെത്വ ധനാഢ്യനായ ഒരു വ്യക്തിയുടെ മകളായിരുന്നു. അവർ അന്നത്തെ കാർത്തേജ്, ഇന്നത്തെ ടുണീഷ്യ. അപ്പോൾ ആ ഒരു കാർത്തേജിൻ്റെ ആ സാഹചര്യമാണ്. അതായത് റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ തന്നെ ആ AD 64 ആരംഭിച്ച മതമർദ്ദനം 313 വരെ 202 ഇത് സംഭവിക്കുക. അപ്പോൾ 202 എന്ന് പറയുമ്പോൾ മതമർദ്ദനം 64 ആരംഭിച്ചു, 315. എത്രയോ 100 കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷിത്വത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ധൈര്യമാണ്. ഈ വിശുദ്ധ പെർപെത്വയുടെ പിതാവ് വലിയ ധനാഢ്യനായിരുന്നു. ഈ കാർത്തേജിലെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഉന്നതമായ സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ പെർപെത്വ 22 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിശുദ്ധ പെർപെത്വയുടെ ആ കുടുംബത്തിൽ തന്നെ തൻ്റെ പിതാവിൻ്റെ അടിമയായിരുന്നു വിശുദ്ധ ഫെലിസിറ്റി. പിന്നീട് അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് 4-5 ആളുകൾ, ഒരുമിച്ച് ഇവർക്ക് പരിശീലനം നൽകിയിരുന്നത്, വിശ്വാസത്തിൽ കാറ്റക്കിസം, മതപരിശീലനം ലഭിച്ചിരുന്നത് സാറ്റൂസിൻ്റെ കീഴിലായിരുന്നു. അങ്ങനെ ആ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ ക്രിസ്ത്യാനികളാണ്, പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. ഈ വീട്ടുതടങ്കലിലായിരിക്കും അന്ന അവസരത്തിൽ ഇവരെ വീട്ടുതടങ്കലിലാക്കിയപ്പോൾ, ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പെർപെത്വ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് ഗർഭിണികളായിട്ടുള്ളവരെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വതന്ത്രരാക്കും എന്നൊരു പതിവുണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ പെർപെത്വ ഭാഗ്യം കൊണ്ട് തനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല എന്ന് പറയുകയാണ്. കാരണം ഈശോയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കാനൊരു അവസരം കിട്ടി. അങ്ങനെ അവൾ ഈ വീട്ടുതടങ്കലിലായിരിക്കുമ്പോൾ പിതാവ് വന്ന് അവളോട് പറഞ്ഞു, പ്രിയ മകളെ, എനിക്ക് പ്രായമായി, എൻ്റെ നരച്ച തലമുടി നീ കാണുക. എനിക്ക് സമൂഹത്തിൽ എത്രയോ വലിയ സ്ഥാനമുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമൊന്നുമല്ല.
അത് നിനക്ക് ഉപേക്ഷിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. നീ ഇപ്പോൾ ഇതിന് മാമോദീസ സ്വീകരിച്ചിട്ട് പോലും ഇല്ലല്ലോ, പരിശീലനം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. നീ ഇതിൽ നിന്ന് പിൻവാങ്ങണം. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പിതാവിനെ നീ ഓർക്കണം. ഒരിക്കലും മറന്നു പോകരുത്. ദയവ് ചെയ്ത് ഇതിൽ നിന്ന് പിൻവാങ്ങണം. പക്ഷേ ഈ പിതാവിൻ്റെ വാക്കുകളൊന്നും പെർപ്പത്തുവായെ പിന്മാറ്റിയില്ല എന്നുള്ളത് കണ്ട്. എത്രയോ രക്തസാക്ഷ്യം താൻ്റെ മരണം തൊട്ട് മുമ്പിൽ കാണുമ്പോൾ ധീരതയോടെ അതിനെ നേരിടാനുള്ള ശക്തി. ആ അവസരത്തിൽ തന്നെ ഇവർക്ക് പരിശീലനം കൊടുത്തിരുന്ന ആ സാട്രൂസ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇതറിഞ്ഞപ്പോൾ മനസ്സ ഈ വീട്ടുതടങ്കലിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ആ വീട്ടുതടങ്കലിൽ വെച്ച് താൻ പരിശീലനം കൊടുത്തവർക്ക് മാമോദീസ നൽകുകയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹവും അവരോടൊപ്പം ചേരുകയാണ്. അവിടെ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, തൈലാഭിഷേകവും അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ പെർപ്പത്വ പറഞ്ഞു, ഈ സ്ഥൈര്യലേപനം, ഈ അഭിഷേകം, ആത്മാവിൻ്റെ അഭിഷേകം, ഇതെനിക്ക് സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ശക്തി നൽകുകയാണ്. ഇനി എത്ര വേണമെങ്കിൽ യേശുവിന് വേണ്ടി സഹിക്കാൻ സാധിക്കും. നമുക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ ആത്മാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവാണ് അതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വിശുദ്ധിയുടെ ജീവിതത്തിൽ നിന്ന്. കുലീന കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ പെർപ്പത്വ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും റോമൻ ദൈവങ്ങളെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധയുടെ ജീവിതത്തിൽ പ്രേഷിത പ്രവർത്തനങ്ങളെക്കാൾ ഉപരി തൻ്റെ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആത്മീയ ചൈതന്യത്തിലാണ് ഏറെ ജനങ്ങൾ ആകൃഷ്ടരാവുന്നതും ക്രിസ്തീയ സഭയിലേക്ക് അണികളാകുവാൻ ഉൾപ്രേരകമായതും. വിശുദ്ധയെ തുറങ്കിലടയ്ക്കുമ്പോഴും മറ്റുള്ളവർക്ക് ധൈര്യം നൽകി വിശ്വാസം സംരക്ഷിക്കാൻ തടവുകാർക്ക് അത്താണിയായി വിശുദ്ധ പെർപ്പത്വ ക്രിസ്തീയ പ്രബോധനങ്ങൾ നടത്തി. തനിക്ക് വെളിപ്പെട്ടു വന്ന ദൈവവചനങ്ങൾ സഹതടവുകാരുമായി പങ്കുവയ്ക്കുകയും രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം വിശ്വാസികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഓരോ പ്രാവശ്യവും തനിക്ക് വെളിപ്പെട്ടു വന്നിരുന്ന ദൈവദൂതുകൾ തന്നെയും കൂടെയുള്ള വിശ്വാസികളെയും മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞിട്ടും ആ അമ്മ ഒട്ടും ഉത്കണ്ഠപ്പെട്ടില്ല. മറിച്ച് ദൈവത്തിലേക്കുള്ള ദൂരം കുറയുകയാണെന്ന് മനസ്സിലാക്കി ആത്മസന്തോഷത്തിന് പാത്രമാവുകയാണ് ചെയ്തത്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന ജോബിൻ്റെ ആത്മീയത അതിവിടെ ഈ ധീരയായ വനിതയിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, അത്തിമഴം പൂത്തില്ലെങ്കിലും, കന്നുകാലികൾ അറ്റുപോയാലും, ആലയിൽ ഇല്ലാതെ വന്നാലും, വയലിൽ ധാന്യമില്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, അവിടുത്തെ മഹത്വപ്പെടുത്തും, സന്തോഷിക്കും, അവിടുന്നാണ് എൻ്റെ ബലം എന്ന് പറയുന്ന ഹബക്കൂക്ക് പ്രവാചകന്റെ ആഴമായൊരു വിശ്വാസ സ്ഥൈര്യം അത് വിശുദ്ധ പെർപ്പത്വായ്ക്ക് ലഭിക്കുകയാണ്. അവൾ പറയുകയാണ്, ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം, എനിക്കൊരു ശക്തി, കരുത്ത് കിട്ടി എന്നവൾ ഉദ്ഘോഷിക്കുകയാണ്, പറയുകയാണ് ചെയ്യുന്നത്. അവൾ ആ ജയിലിൽ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ, മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ അവർ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. അത് അവൾക്ക് വലിയ സങ്കടമായി. എങ്കിലും അവൾ ഒരു കുഞ്ഞ് ഉണ്ടായി, അവൾക്ക് മുല കൊടുക്കണം, കുഞ്ഞിനെ പരിപാലിക്കണം, അതിനുള്ള അവസരം ജയിലിൽ നൽകിയിരുന്നു. അതുകൊണ്ട് അതിനുള്ള സാധ്യത നൽകിയപ്പോൾ അവൾ ആ വീട്ടുതടങ്കലിൽ അവൾ പറഞ്ഞു, ഇതൊരു വീടല്ല, ഇതൊരു കൊട്ടാരമാണ്. അപ്പോൾ അവിടെ തൻ്റെ സഹനം മുമ്പിൽ കാണുമ്പോഴും മരണം മുമ്പിൽ കാണുമ്പോഴും ഇതൊരു വീടല്ല, ഇതൊരു കൊട്ടാരം. നമുക്കങ്ങനെ സഹനങ്ങൾ മുമ്പിൽ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നാം അതിനെ ഇതൊരു നരകമാണെന്ന് വിശേഷിപ്പിക്കും. എന്നാൽ ഇത് നരകമല്ല. സഹനം, മരണം, ഇനി ഏത് നിമിഷവും വധിക്കപ്പെടാമെന്ന് മുമ്പിൽ കാണുന്ന നിമിഷങ്ങളിൽ ഇതൊരു കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ എന്തൊരു ധീരമായ വിശ്വാസമാണ് അവൾക്കുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടെയുള്ളവർ ചോദിച്ചു, ഈ ജയിലിലായിരിക്കുമ്പോൾ ധാരാളം സന്ദർശകരുണ്ടായിരുന്നു. ഈ വീട്ടുതടങ്കലിൽ ധാരാളം സന്ദർശകർ വരുന്നവർ വലിയ അത്ഭുതങ്ങളാണ്. വിശുദ്ധ പെർപ്പത്വ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ മേൽ കൈവയ്ക്കുമ്പോൾ, അവളുടെ ഉപദേശം കേൾക്കുമ്പോൾ
മാനസാന്തരങ്ങൾ ധാരാളം ആളുകൾ ഈ ജയിലിലുള്ളവർ, ഇവരെ തടങ്കിൽ സൂക്ഷിച്ചിരുന്ന പട്ടാളക്കാർ, അങ്ങനെയുള്ളവർക്കെല്ലാം മാനസാന്തരം, ധാരാളം പേര് മാനസാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണുന്ന വലിയൊരു അത്ഭുതം. അത് നാട്ടിൽ മുഴുവൻ വാർത്തയായി. ഇവര് തടങ്കലിലുള്ള ക്രിസ്ത്യാനികളല്ലായിരുന്നു, എന്നാൽ ഈ തടങ്കലിൽ വെച്ച ഒരു ക്രിസ്ത്യാനികളായി. അവരിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആളുകൾ അറിയുക. അപ്പോൾ ആൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ തടവിലുള്ളവർ നിങ്ങളെ മോചിപ്പിക്കുമോ അതോ നിങ്ങളെ ശിക്ഷിക്കുമോ, വധിക്കുമോ? അപ്പോൾ വിശുദ്ധ പെർപ്പത്വ പറഞ്ഞു, ഒരു ദിവസത്തെ സമയം എനിക്ക് തരണം. അവൾ പ്രാർത്ഥിച്ചു. അവൾക്ക് ധാരാളം ദർശനമുണ്ടായിരുന്നു. ആ ദർശനങ്ങളിൽ ഒരു ദർശനം, ഈ തടവറയിലുണ്ടായിരുന്ന അവസരത്തിൽ പെർപ്പത്വായും കൂട്ടരും അവർ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡയറി പോലെ ഈ സംഭവങ്ങൾ ഓരോന്നും രേഖപ്പെടുത്തി. അത് നമുക്കിന്ന് ലഭ്യമാണ്. അതിൽ നിന്നാണ് ഇവരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ ഈ തടങ്കലിൽ ആയിരിക്കുമ്പോൾ ഒരു ദർശനം ലഭിക്കുകയാണ് അവൾക്ക്. ആ ദർശനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്നൊരു മാർഗദർശിയാണെന്ന് മറന്നു പോകരുത്. സ്വർഗം തുറന്നിരിക്കുന്നത് അവൾ കാണുകയാണ്. സ്വർഗം തുറന്ന് മുകളിലേക്ക് ഒരു ഗോവണി, ആ ഗോവണിയിലൂടെ കയറിപ്പോവുക. തൻ്റെ പരിശീലകൻ, തനിക്ക് മതബോധനം നൽകിയ വ്യക്തി ആദ്യമായിട്ട് കയറിപ്പോവുക. ഈ ഗോവണിയുടെ ചുറ്റും മുള്ളുകളുണ്ട്, കൂർത്ത ഇരുമ്പ് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി, ഒട്ടും തന്നെ ക്ഷമ നഷ്ടപ്പെടുത്താതെ, ഒരിക്കലും ആത്മധൈര്യം നഷ്ടപ്പെടുത്താതെ, സമചിത്തതയോടുകൂടി ശ്രദ്ധിച്ചോരോ ചുവടും ഗോവണി വെച്ചാൽ മുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ഇടയ്ക്ക് വലിയൊരു വലിയൊരു സർപ്പം, ശീൽക്കാരം ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. അതുവരെ ഭയപ്പെടുത്താനായിരുന്നു. എന്നാൽ പരിശീലകൻ ഈ ഗോവണിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. മുകളിൽ ചെന്നിട്ട് വിളിച്ചു പറയുക, ഇത് എത്രയോ മനോഹരമായ സ്ഥലം, ഇവിടെ നമുക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഇവിടെ പൂങ്കാവനമാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഫെലിസിറ്റ പെർപ്പത്വ കടന്നു വരൂ, നിങ്ങളും കടന്നു വരൂ എന്ന് മുകളിൽ ചെന്ന പരിശീലകന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ വിശുദ്ധ പെർപ്പത്വ വളരെ ശ്രദ്ധയോടുകൂടി ആ ഗോവണിയുടെ പടികൾ ഓരോന്നും വെക്കുകയാണ്. ആ സർപ്പം, ഭയപ്പെടുത്തുവാനുള്ള ആ സർപ്പം വിശുദ്ധ പെർപ്പത്വയെ കണ്ടപ്പോൾ തൻ്റെ തല ആ ഗോവണിയോട് ചേർത്ത് അച്ചടക്കത്തോടു കൂടി വെക്കുകയാണ്. ആ തലയിൽ ചവിട്ടിയാണ് പെർപ്പത്വ മുകളിലേക്ക് പോകുന്നത്. എത്ര മനോഹരമായൊരു ദർശനമാണ്. പിറ്റേ ദിവസം തന്നോട് ചോദിച്ചവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർഗത്തിൽ മനോഹരമായൊരു പൂന്തോട്ടം അത് കാത്തിരിപ്പുണ്ട്, ഒരാൾ ഞങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്, ഒരു സ്വർണ്ണ ഗോവണി ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു, അതുകൊണ്ട് മരണം ഞങ്ങൾ പുലുകുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്ര അതൊരു ഗോവണി. ആ ഗോവണിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സമചിത്തതയുള്ളവരായിരിക്കണം, ക്ഷമ നശിച്ചു പോകാൻ പാടില്ല. അവിടെ ചുറ്റും തിന്മകളുടെ ശക്തികൾ, സർപ്പം വിവിധ തരങ്ങളിൽ നമ്മെ ഭയപ്പെടുത്തും, പേടിപ്പിക്കും, സംശയങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. എന്നാൽ മുകളിലൊരു മനുഷ്യനുണ്ട്, മുകളിലൊരു പൂന്തോട്ടമുണ്ട്, അവിടെ എന്നെ കാത്തിരിക്കുന്നൊരു വ്യക്തിയുണ്ട്. ഈ ചിന്തകളുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്ര നമുക്ക് എളുപ്പമാകും. വളരെ അതീവ ശ്രദ്ധയോടുകൂടി നാം ഓരോ ചുവടും നമുക്ക് വെക്കുവാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ വിശുദ്ധിയുടെ ദർശനം നമുക്ക് നൽകുക. ക്രിസ്തുവിശ്വാസികൾ എന്ന കാരണം കൊണ്ട് വിശുദ്ധ പെർപ്പത്വയെയും ഫെലിസിറ്റിയെയും റോമൻ പടയാളികൾ തുറുങ്കിലടച്ചു. ഒരു കുഞ്ഞിന് ജന്മം നൽകി അധികം നാൾ ആവുന്നതിന് മുമ്പായിരുന്നു വിശുദ്ധ പെർപ്പത്വ ജയിലിലാകുന്നത്. എന്നാൽ ഫെലിസിറ്റി പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു തടവറയിലേക്ക് നയിക്കപ്പെടുന്നത്. മാനസികമായും ശാരീരികമായും ആത്മസംഘർഷത്തിൽ വന്നു ചേർന്ന രണ്ടമ്മമാരും പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രതിസന്ധികൾ തരണം ചെയ്തു. തന്നെ ജീവനോളം സ്നേഹിച്ച പെർപ്പത്വയുടെ പിതാവ് വിയോഗവേദനയോർത്ത് പിടഞ്ഞു കരഞ്ഞു. വിശുദ്ധയെ നിരവധി തവണ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും തൻ്റെ നിയോഗത്തെയോർത്ത് വിശുദ്ധ ആഹ്ലാദിച്ചു. ജ്ഞാനസ്നാനം സ്വീകരിച്ചതു മുതൽ പരിശുദ്ധാത്മാവ് വിശുദ്ധയുടെ സഹനങ്ങൾ സഹിക്കാൻ കൂടുതൽ ശക്തിപ്പെടുത്തുകയും രക്തസാക്ഷിത്വത്തെ
ഒരു ആവേശമായി വിശുദ്ധയുടെ മനസ്സിൽ ജ്വലിക്കുകയും ചെയ്തു. നിരന്തര പീഡനങ്ങൾക്കൊടുവിൽ വിശുദ്ധയെയും സഹപ്രവർത്തകരെയും വിധിന്യായത്തിനായി ഹിലാരിയൻ ന്യായാധിപന്റെ മുമ്പിൽ അണിനിരത്തി. വിശ്വാസം ഉപേക്ഷിച്ച് റോമൻ ദൈവങ്ങൾക്ക് ബലി നൽകിയാൽ ഒരവസരം കൂടി നൽകാമെന്ന് അറിയിച്ചെങ്കിലും ആരും തയ്യാറായി മുന്നോട്ട് വന്നില്ല. ഒടുവിൽ ചാട്ടുവാറുകൊണ്ട് അടികൾ നൽകി ഗ്ലാഡിയേറ്റർമാരുടെ പീഡനങ്ങൾക്ക് ഇരയാക്കി വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുവാൻ ന്യായാധിപൻ ഉത്തരവിട്ടു. സാറ്റുറസിനെ വിശന്നു വലഞ്ഞ ഒരു പുള്ളിപ്പുലിയുടെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. റബാക്കാറ്റസും സാറ്റുനിനൂസും സമാന രീതിയിൽ വന്യമൃഗങ്ങൾക്കിരയായി. പെർപെത്തുവയെയും ഫെലിസിറ്റിയെയും കാട്ടുപശുവിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയും അതിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ഗ്ലാഡിയേറ്റർമാർ വന്ന് വിശുദ്ധയെ പീഡിപ്പിക്കുകയും ഒടുവിൽ ഗളച്ഛേദം നടത്തുകയുമാണുണ്ടായത്. പാതിമുറിഞ്ഞ കഴുത്തുമായി വിശുദ്ധ പെർപെത്തുവ കൂടുതൽ സഹനങ്ങൾക്കിരയാവുകയും വേദന നിറഞ്ഞ മരണം വരിക്കുകയും ചെയ്തു. വിശുദ്ധ ഫെലിസിറ്റിയും ഗ്ലാഡിയേറ്റർമാരാൽ വധിക്കപ്പെടുകയാണുണ്ടായത്. ഇവര് പല വിധത്തിൽ വീണ്ടും പിതാവ്, വിശുദ്ധ പെർപെത്തുവയുടെ പിതാവ് പലതവണ ഇവിടെ വരികയും ഈ വീട്ടിൽ വരികയും പിന്മാറുവാൻ വേണ്ടി, വിശ്വാസം ത്യജിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. എല്ലാ വിധത്തിലും അവളെ പ്രലോഭിപ്പിച്ചു, അവളെ ആക്രമിക്കുവാൻ പരിശ്രമിച്ചു. പിതാവ് അവളോട് കേണപേക്ഷിച്ചു, അവളുടെ കാലിൽ തൊട്ട് നമസ്കരിച്ചു. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല. നീ വിശ്വാസത്തിലൂടെ കടന്നുപോയി നിന്റെ ജീവിതം തകർക്കപ്പെടുന്നത് എനിക്ക് ഏറ്റവും വലിയ അപമാനമാണ്. പ്രിയപ്പെട്ട മകളെ, പിതാവിൻ്റെ ദീനരോദനം ഒരു നിമിഷം പെർപെത്തുവയുടെ മനസ്സിളക്കി കളഞ്ഞു. ആ ഒരു നിമിഷം പെട്ടെന്ന് തന്നെ ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ട് അവൾ പറയുക, പ്രിയപ്പെട്ട പിതാവേ, അതെ, അങ്ങ് പറഞ്ഞതെല്ലാം ശരി, എൻ്റെ മനസ്സ് ഒന്ന് പതറി, എങ്കിലും എന്നെ കാത്തിരിക്കുന്ന യേശുവിന് വേണ്ടി ഞാൻ ജീവൻ സമർപ്പിക്കും. പിതാവ് എത്ര പരിശ്രമിച്ചിട്ടും അതിൽ അവൾ വഴങ്ങിയില്ല. വിചാരണയ്ക്കുള്ള സമയമായി. വിചാരണ കോടതിയിലേക്ക് അവളെ കൊണ്ടുവന്നു. അപ്പോൾ അവളുടെ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. അവളുടെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു കോടതിയുടെ ന്യായാധിപന് മുമ്പിൽ, ഇതാണ് കുഞ്ഞ്, ഈ കുഞ്ഞിന് വേണ്ടി ഇവൾ വിശ്വാസം ത്യജിക്കും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ കണ്ട് അവൾ കണ്ണുനീര് വാർത്തു. അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, എന്നാൽ എനിക്ക് ഈ കുഞ്ഞിനേക്കാൾ സ്നേഹം എനിക്ക് ജീവൻ നൽകിയ യേശുവിനെയാണ് എന്നവൾ പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്തുകയാണ്. അവിടെ ക്രൂര മൃഗങ്ങൾക്ക് മുൻപിലേക്ക്, ആംഫി തിയേറ്ററിലേക്ക് അവരെ ഈ 7 പേരെയും എറിഞ്ഞു കൊടുക്കുകയാണ്. അവർ ഒരുമിച്ച് ഈ അടിമ ഫെലിസിറ്റിയും ഈ പെർപെത്തുവ ഇവർ ഒരുമിച്ച് ആംഫി തിയേറ്ററിലേക്ക് പോയെങ്കിലും മൃഗങ്ങൾ അവരെ ആക്രമിക്കുവാൻ തയ്യാറായില്ല. എന്നാൽ ഒരു കാട്ടുപശുവിനെ അഴിച്ചു വിട്ടപ്പോൾ ഈ കാട്ടുപശു വിശുദ്ധ പെർപെത്തുവയെ ആക്രമിച്ച് വളരെ ക്രൂരമായിട്ട് ആക്രമിച്ചു. അത് ഓടിപ്പോയി. എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ പെർപെത്തുവ ഫെലിസിറ്റിയോട് ചോദിച്ചു, ഇപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നോ? എന്തോ ഒന്ന് വന്നതുപോലെ എനിക്ക് തോന്നുന്നല്ലോ, എന്നെ ആക്രമിച്ചതുപോലെ തോന്നുന്നു, പക്ഷെ എന്നെ ഒന്നും തന്നെ സ്പർശിച്ചില്ല. കാട്ടുപശുവിൻ്റെ ആക്രമണത്തിൽ ദേഹത്തുള്ള വസ്ത്രമെല്ലാം അത് വലിച്ചു കീറി, അതിൻ്റെ ചവിട്ട്, അതിൻ്റെ ആക്രമണത്താൽ വളരെയധികം മുറിവേറ്റു. പക്ഷെ അവൾക്കത് മുറിവേറ്റതായിട്ട് തന്നെ തോന്നുന്നില്ല. എത്ര ശക്തമാണ് നമുക്ക് വിശ്വാസത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഇങ്ങനൊരു കഷ്ടപ്പാട് എനിക്കുണ്ടായോ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായോ എന്ന് തോന്നൽ മാത്രമേ ഉണ്ടാകൂ എന്ന് നമ്മുടെ വിശുദ്ധിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ദുഃഖങ്ങളില്ലാത്തത് ആരാണ്? എന്നാൽ മുൻപിൽ ഒരു ഗോവണിയുണ്ട്. ആ ഗോവണിയിലൂടെ ഞാൻ കയറി ചെന്നാൽ എനിക്കൊരു സ്വർഗമുണ്ട്, അവിടെ എന്നെ കാത്തിരിക്കുന്ന യേശുവുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ചുറ്റുമുള്ളവരോട് ചോദിക്കും, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടായല്ലോ, എനിക്കൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായല്ലോ, എനിക്ക് എൻ്റെ വിശ്വാസം ത്യജിക്കേണ്ട മറ്റ് ആഭിചാരങ്ങളിലേക്ക് പോകേണ്ട അവസരങ്ങളിൽ ഞാനത് പോകാതിരുന്നല്ലോ എന്നെല്ലാം നമുക്ക് ചിന്തിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നതാണ്. വീണ്ടും മൃഗങ്ങൾ ഇവരെ ആക്രമിച്ച് ഇവരെ കൊലപ്പെടുത്തിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ന്യായാധിപൻ്റെ നിർദ്ദേശപ്രകാരം ഗ്ലാഡിയേറ്റർമാർ ഇവരെ വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ രക്തസാക്ഷികളായി തീർന്നു. ക്രിസ്തീയ സഭയുടെ ബലിയാടുകളല്ല രക്തസാക്ഷികൾ.
ക്രിസ്തു വിശ്വാസത്തിന്റെ മാതൃകയും സത്യദൈവത്തിന്റെ പോരാളികളുമാണ് രക്തസാക്ഷികൾ. അതുകൊണ്ടാണ് അമ്മമാരായിരുന്നിട്ട് കൂടി വിശുദ്ധ പെർപ്പത്തുവയ്ക്കും വിശുദ്ധ ഫെലിസിറ്റിക്കും സ്വജീവൻ ബലി കൊടുത്ത് വിശ്വാസ സംരക്ഷകരായി തീരാൻ സാധിച്ചത്. 1907 കാർത്തേജിലെ മജോറും ബസിലിക്കയിൽ 2 രക്തസാക്ഷികളുടെയും തിരുശേഷിപ്പുകൾ കണ്ടെത്തി. കബറിടത്തിങ്കൽ ഇപ്രകാരം കുറിക്കപ്പെട്ടിരുന്നു: ഇവിടെയാണ് രക്തസാക്ഷികളായ സാറ്ററുസ്, സാറ്റുർനിനൂസ്, റെവോകാറ്റസ്, ഫെലിസിറ്റി, പെർപ്പത്വ മാർച്ച് 7 രക്തസാക്ഷികളായവർ. 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുള്ള റോമൻ കലണ്ടറിലും സിറിയൻ കലണ്ടറിലും ഈ രക്തസാക്ഷികളെ വിശുദ്ധ പെർപ്പത്വയും ഫെലിസിറ്റിയെയും കൂട്ടരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദിമസഭ എത്ര ശക്തമായിട്ട് ഈ ധീരരായ രക്തസാക്ഷികളുടെ ചരിത്രം, മാതൃക ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ വിശുദ്ധരെ ഓർക്കുമ്പോൾ, വിശുദ്ധരെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ധീരതയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ, ആഴമായ സ്നേഹത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം. ദൈവസ്നേഹമാണ് നമ്മെ ഓരോ നിമിഷവും ശക്തിപ്പെടുത്തുന്നത്, കരുത്ത് നൽകുന്നത്. നമുക്ക് പിന്മാറാൻ സാധിക്കുമോ? നമുക്ക് രക്തസാക്ഷിത്വം നമ്മുടെ മുമ്പിലുണ്ട്. അത് വിശ്വാസത്തിന് വേണ്ടിയാണ്. അക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഈ ഭാരതത്തിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നാം ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, വിശ്വാസമാണ് വലുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതമാണ് വലുത്. ഒരുപക്ഷെ അതിനുവേണ്ടി രക്തം ചിന്തേണ്ടി വന്നേക്കാം. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും എന്ന അപ്പസ്തോലൻ്റെ ചോദ്യം എന്നും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങണം. അതിന് വിശുദ്ധ ഫെലിച്ചിത്തായും ഫെലിസിറ്റിയും പോലുള്ള ധീരരായിട്ടുള്ള രക്തസാക്ഷികൾ നമുക്ക് കരുത്ത് നൽകണം. അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ധീരതയോടുകൂടി മുന്നോട്ട് പോകുവാൻ, ഈ സഭയ്ക്ക് വേണ്ടി യേശുവിൻ്റെ ശരീരമായ സഭയെ ശക്തിപ്പെടുത്തുവാൻ എന്തുകൊണ്ട് നമുക്ക് രക്തസാക്ഷികളായിക്കൂടാ? ആ രക്തസാക്ഷിത്വം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വന്തമാക്കാം. നമുക്ക് മാതൃകകളായിരിക്കാം. സഭയ്ക്ക് ജീവൻ നൽകാം, കരുത്ത് നൽകാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധരുടെ, വിശുദ്ധ പെർപ്പത്വായുടെയും ഫെലിസിറ്റിയുടെയും കൂട്ടരുടെയും മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. ധീരതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രതിസന്ധികളിൽ നാം ഒരിക്കലും പതറരുത്. രക്തസാക്ഷിത്വം നമ്മുടെ അഭിമാനമാണ്, അവകാശമാണ്. നമുക്കത് ചോദിച്ചു വാങ്ങാം, ഏറ്റെടുക്കാം. അതിനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ ശാലോം പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും സമാധാനവും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.